നീ അറിഞ്ഞില്ലേ ഗീതു, നിന്റെ ശ്രീയേട്ടൻ നാട്ടിൽ വന്നിട്ടുണ്ടല്ലോ. രാവിലെ തന്നെ പതിവില്ലാതെ വന്ന് മഹിമയുടെ കോള് ഉറക്കച്ചടവോടെ അറ്റൻഡ് ചെയ്തപ്പോൾ കേട്ടത് അതാണ്. സത്യമായിട്ടും അത് ശ്രീയേട്ടൻ തന്നെ ആയിരുന്നോ? എവിടെ വെച്ചാ കണ്ടത്? കട്ടിൽ നിന്നും ചാടി എഴുന്നേറ്റുകൊണ്ട് വെപ്രാളത്തോടെ ചോദിച്ചു. അപ്പൊ വന്ന് നീ അറിഞ്ഞില്ലേ? ഞാൻ അമ്മയുടെ കൂടെ അമ്പലത്തിൽ പോയപ്പോ അവിടെ വെച്ച് കണ്ടതാ. എന്നെ കണ്ടപ്പോ തന്നെ സാറ് പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. കൊല്ലേട്ടായിട്ടും അങ്ങനെയൊരു മാറ്റം ഇല്ലെന്നേ. കൂടെ ആരുടെയുണ്ടോ? കുട്ടികളോ? അത് ചോദിക്കുമ്പോൾ തലയ്ക്കുള്ളൊരു നോവ് പൊടിയുന്നത് പോലെ തോന്നി എനിക്ക്. ഒറ്റയ്ക്കാ വന്നെന്ന് തോന്നുന്നു. എന്നിട്ട് നിന്നോട് വല്ലതും സംസാരിച്ചോ മഹിമേ? മനസ്സിലാകെ ഒരാകാംക്ഷയായിരുന്നു. അത് വാക്കുകളിലൂടെ പടർന്നു പിടിച്ചിരുന്നു. ഉവ്, ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചു നിന്നു. പിന്നെ അമ്മയ്ക്ക് ഇച്ചിരി തിരക്കുള്ളത് കൊണ്ട് ഇനിയും കാണാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങ് പോന്നു. ഇന്നെപ്പറ്റി എന്തെങ്കിലും ചോദിച്ചായിരുന്നോ? മടിച്ചു കൊടുക്കും ചോദിച്ചു പോയി. മറുപടി കേൾക്കാൻ മനസ്സ് ധൃതി കൂട്ടി. ഒന്നും ചോദിച്ചില്ല. കേട്ടപ്പോ കണ്ണു നിറഞ്ഞു. കലങ്ങിയ കണ്ണുകളോടെ തല താഴ്ത്തി ചിരിക്കാൻ ശ്രമിച്ചു. ചിലപ്പോ നിന്റെ അടുത്തേക്ക് നേരിട്ട് വരാനാണെങ്കിലോ? ഒന്നും മിണ്ടാത്ത കണ്ടുകൊണ്ടാവണം ആശ്വസിപ്പിക്കാനായി അവളെടുത്തിട്ട പ്രതീക്ഷ മുന്നിലേക്ക് ഇട്ട് തന്നത്. അത് തന്നെ ആയിരിക്കുമെന്ന് കരുതി മനസ്സിനെ തണുപ്പിക്കാൻ ശ്രമിച്ചു. ഇപ്പോഴും അമ്പലത്തിലുണ്ട് അങ്ങേര്? അറിയില്ല, ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. സാറ് വന്നത് നീ അറിഞ്ഞു കാണുമെന്ന് ഞാൻ കരുതിയത്. ചിന്തകൾ അപ്പോഴേക്കും കുന്നുകൂടിയിരുന്നു. ഫോൺ വെച്ച് വല്ലാത്തൊരു വെപ്രാളത്തോടെ ബാത്റൂമിലേക്ക് ചെന്ന് വൃത്തിയായി. വസ്ത്രം മാറി കണ്ണാടിക്ക് മുമ്പിൽ ചെന്ന് നിന്നു. കണ്ണാടിയിൽ ഒട്ടിച്ചു വെച്ച കറുത്ത കുഞ്ഞു വട്ടപ്പൊട്ട് നെറ്റിയിലമർത്തി. മുടിയൊന്ന് ഇരുവശത്തേക്കുമായി മെടഞ്ഞിട്ടു. ഇങ്ങനെ ഇരുവശത്തേക്കും മുടി മെടഞ്ഞിട്ട പെണ്ണെ കാണാൻ നല്ല ചേലാണെന്ന് ശ്രീയേട്ടൻ പറഞ്ഞത് ഓർമ്മ വന്നു. കണ്ണാടിക്ക് മുന്നിൽ നിന്നപ്പോൾ വീണ്ടും ആ പഴയ കോളേജ് പെൺകുട്ടി എന്ന് തോന്നി. ശ്രീ സാറിന്റെ വരവും കാത്ത് ക്ലാസ്സിൽ കാത്തിരുന്ന ആ പൊട്ടി പെണ്ണ്. ഗീതുമോളെ, കാലത്തെ കുളിച്ചിറങ്ങി നീ ഇതെങ്ങോട്ടാ? ശ്രീയേട്ടൻ വന്നിട്ടുണ്ടത്രേ. അമ്പലത്തിൽ വെച്ച് മഹിമ കണ്ടു. ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ ഉള്ളിലലതല്ലുന്ന സന്തോഷം മുഖത്ത് തന്നെ പ്രകടമായിരുന്നു. അതും നിനക്കെന്തെത്ര പിടിച്ചില്? കഴിഞ്ഞൊന്നും മറന്നിട്ടില്ലല്ലോ അല്ലേ? ദേവമ്മ ഓർപ്പിച്ചപ്പോൾ മടിച്ചുകൊണ്ട് അച്ഛനെ ഒന്ന് നോക്കി. മുഖത്തൊരു ചിരി വരുത്തിക്കാട്ടി. കേട്ടപ്പോ മുഖത്തെ സന്തോഷം വാടിപ്പോയി. ചുണ്ടുകൾ അമർത്തി പിടിച്ചുകൊണ്ട് അവരെ നോക്കുമ്പോൾ കണ്ണിലെന്നിൽ വെള്ളം നിറഞ്ഞിരുന്നു. ഇവിടെ വന്നിരുന്നു വല്ലം കഴുകി പെണ്ണ് നീയ്. ഇവിടെ വന്ന സ്ഥിതിക്ക് ആ ചെറുക്കൻ നിന്നെ കാണാൻ ഇങ്ങോട്ടേക്ക് വരാതിരിക്കില്ല. അമ്മ പറഞ്ഞത് കേട്ട് മനസ്സൊന്നുകൂടെ തണുത്തു. ശ്രീയേട്ടൻ ഇങ്ങോട്ടേക്ക് വരുമെന്ന് ഉള്ളു പിന്നെയും മന്ത്രിച്ചു. മോളിങ് വന്നേ, ഇവിടെ വന്നിരുന്നു വല്ലം കഴുകി. അച്ഛ ടേബിളിനരികിൽ വിളിച്ചിരുത്തി. അച്ഛയുടെ അരികിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും 7 വർഷത്തിനു ശേഷം ശ്രീയേട്ടനെ കാണാൻ പോകുന്നതിനുള്ള ആഹ്ലാദമായിരുന്നു മനസ്സ് നിറയെ. എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് മറ്റൊരു ലോകത്തിരിക്കുന്നവളെ അച്ഛ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല. പഴയതെല്ലാം പിന്നെ ഓർത്തെടുത്ത് സൂക്കേട് വരുത്തി വെക്കാൻ പോവാണോ നീയേ? ഏയ് ഇല്ലച്ഛ, ഞാൻ വെറുതെ. ചോദ്യം പെട്ടെന്നായതിനാൽ പറയാൻ കള്ളങ്ങൾ കിട്ടിയിരുന്നില്ല. അവൻ വരുന്നൊക്കെ കൊള്ളാം. വന്നു കഴിഞ്ഞിട്ട് അവൻ പോയ ശേഷം ഇവിടെ കിടന്ന് കരഞ്ഞ് സൂക്കേട് വരുത്തി വെച്ച് അച്ഛനും അമ്മയും പേടിപ്പിക്കരുത്. അവനൊരു ഭാര്യയുള്ളത് നിനക്ക് ഓർമ്മ വേണം. ഇപ്പോൾ 2-3 കുഞ്ഞുങ്ങളായി കാണും. അതുപോലെ തന്നെ നിന്റെ കല്യാണം ഉറപ്പിച്ച കാര്യവും ഓർമ്മയിലുണ്ടാവണം. അച്ഛ തലയുയർത്താതെ കഴിച്ചുകൊണ്ട് ഓർമ്മിപ്പിച്ചു തന്നപ്പോൾ അറിയാതെ കണ്ണു നിറഞ്ഞു. തല താണുപോയി. കഴിച്ചുകൊണ്ടിരുന്ന പ്ലേറ്റിലേക്ക് കണ്ണീരിറ്റ് വീണു. അച്ഛ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ പിന്നെയും ആവർത്തിച്ച് കേൾക്കാൻ തുടങ്ങി. അത് കേട്ട 8 വർഷങ്ങളായി അവൾ തടിയിട്ടു വെച്ച പരിഭാവനമായ സ്നേഹത്തിന് നൊന്തു. അറിഞ്ഞുകൊണ്ട് ഈ പെണ്ണാരുടെയും ജീവിതം ഇല്ലാണ്ടാക്കില്ല അച്ഛ. ശ്രീയേട്ടൻ്റെ കല്യാണം നടക്കുന്നതിന് മുമ്പ് പോലും ഇഷ്ടമാണെന്ന് പറയാൻ എന്നെക്കൊണ്ട് പറ്റിയിട്ടില്ല. ഇനിയൊരിക്കലും ഗീതു അത് പറയേയില്ല. സന്തോഷത്തോടെ ഇരിക്കുന്നത് കണ്ടാൽ മതി. പഴയ പോലെ ഗീതു പെണ്ണെന്ന് വിളിക്കുന്നത് കേട്ടാൽ മതി. ഇരുവശത്തേക്കും മുടി മെടങ്ങിട്ട പെണ്ണിന് അഴകു കൂടുമെന്ന് പറയുന്നത് കേട്ടാൽ മതി.
അത് മതി എനിക്ക്. വാക്കുകൾ വിൽക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ പറഞ്ഞു തീർത്ത ശേഷം കീഴ്ചുണ്ടു മെല്ലെ കടിച്ചുകൊണ്ട് കണ്ണുകൾ അമർത്തിയടച്ചു. കണ്ണുനീര് കവിളിനെ തഴകിക്കൊണ്ട് ഒലിച്ചിറങ്ങി. തോളിലൊന്ന് പതുക്കെ തട്ടിക്കൊണ്ട് അച്ഛൻ എണീറ്റ് പോയി. അച്ഛ പോയതും കണ്ണുകൾ ഉമ്മറത്തേക്ക് തിരിഞ്ഞു. ശ്രീയേട്ടൻ ഉടനെ എത്തുമെന്ന് മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരുന്നു. സമയം കടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ ക്ഷമ നശിക്കുന്നുണ്ടായിരുന്നു. ശ്രീയേട്ടൻ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് വരാതിരിക്കില്ല. പക്ഷെ സമയം മുന്നോട്ട് നീങ്ങുന്തോറും പ്രതീക്ഷ അറ്റുകൊണ്ടിരുന്നു. കഴിച്ചെഴുന്നേറ്റ പാത്രവുമായി അടുക്കളയിലെത്തിയപ്പോൾ അമ്മയച്ഛയും എന്തൊക്കെ സംസാരിക്കുന്നത് കണ്ടു. തന്നെ കണ്ടപ്പോൾ അവർ സംസാരം നിർത്തി. തന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച് കാണിച്ചു. ശ്രീയേട്ടനെ കണ്ട ശേഷം താൻ വീണ്ടും പഴയ ഗീതു ആവുമോ എന്ന് പേടിയാവും. കൈ കഴുകി തിരിച്ചു വന്ന് ഉമ്മറത്തെ വാതിലിന് പിന്നിലായി നിന്നുകൊണ്ട് മുറ്റത്തേക്ക് നോക്കി. ദൂരെ നിന്നും ഒരു മനുഷ്യനും വരുന്നുണ്ടായിരുന്നില്ല. റോട്ടിലൂടെ കടന്നുപോയ ഓരോ കാറും ആ പെണ്ണിന്റെ പ്രതീക്ഷയെ ജനിപ്പിച്ചുകൊണ്ട് കൊന്നു കളഞ്ഞു. കലങ്ങിയ കണ്ണുകൾ കാഴ്ചയെ മങ്ങിപ്പിച്ചു. ഒടുക്കം പെണ്ണിന്റെ ക്ഷമ നശിച്ചു. അകത്തേക്കൊന്ന് ഒളിഞ്ഞു നോക്കിയപ്പോൾ അമ്മയച്ഛനും അടുക്കളയിൽ തന്നെയാണ്. ഉടനെ തന്നെ മുറ്റത്തേക്ക് ഇറങ്ങി ഓടി. വയൽവരമ്പിലൂടെ കിതപ്പ് സഹിച്ച് അമ്പലത്തെ ലക്ഷ്യമാക്കി നിർത്താതെ ഓടി. അമ്പലമെടുത്തപ്പോൾ ഉള്ളം പെടപെടാൻ മേടിക്കാൻ തുടങ്ങിയിരുന്നു. അമ്പലത്തിന് മുന്നിൽ ചെന്ന് ഓട്ടം നിർത്തിക്കൊണ്ട് ഒന്ന് കിതച്ചു. ശ്വാസമെടുക്കാൻ ആവാത്ത പോലെ. പല്ലുകൾ തമ്മിൽ കൂട്ടിമുട്ടി. കണ്ണുകൾ ചുറ്റിനും തിരഞ്ഞുകൊണ്ടിരുന്നു. അമ്പലത്തിനുള്ളിലേക്ക് കയറിയപ്പോൾ ശ്വാസം നിലച്ചു തുടങ്ങുകയാണെന്ന് തോന്നി. അമ്പലത്തിന് ചുറ്റും ശ്രീയേട്ടനെ തിരയുമ്പോൾ ചെന്നിയിലൂടെ വിയർപ്പ് പൊടിഞ്ഞു തുടങ്ങിയിരുന്നു. ചുറ്റിനും വീക്ഷിച്ചു. പ്രതീക്ഷയുടെ ഓരോ ഇടങ്ങളിലും തിരഞ്ഞിട്ടും ശ്രീയേട്ടനെ കണ്ടു കിട്ടാത്തപ്പോൾ കണ്ണുകൾ നിറയാൻ തുടങ്ങി. ഒടുക്കം അമ്പലത്തിനകത്തും പരിസരത്തും മുഴുവനായി കണ്ണോടിച്ചു തീർത്തു. ശ്രീയേട്ടനെ മാത്രം കണ്ടില്ല. കണ്ണിൽ സങ്കടം തിങ്ങിക്കൂടി. കണ്ണീരിന്റെ ഭാരം കൊണ്ട് തല താണുപോയി. കരയാൻ തുടങ്ങുന്നതിനെ തൊട്ടു മുമ്പേ പിന്നിൽ നിന്നും പെട്ടെന്ന് ആരുടെ കൈ തോളി പതിഞ്ഞു നിറഞ്ഞ് തലയുയർത്തി. കണ്ണും മനസ്സും ഒരുപോലെ നിറഞ്ഞു. ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ തന്നെ ബെലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.